പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക്. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. കരുണസമ്പന്നായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്ന കർത്താവ് തിരുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ നിന്റെ സാന്നിധ്യം ദൈവമേ, നിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എന്റെ ക്ലാസ്സിൽ ഇറങ്ങുമാറാകുന്നവേ. ദൈവമേ, നിന്റെ സാന്നിധ്യം ഇറങ്ങണമേ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ, അഭിഷേകം ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവേ ഞെട്ടാക്കണമേ. വെള്ളപ്പോരുകൾ വഴിവിട്ട് ക്ലാസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന് മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉയർന്നുമാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തട്ടെ. എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കണമേ. കല്ലാളുടെ ഹൃദയങ്ങൾ മാംസമാകട്ടെ. വചനം ഹൃദയത്തിൽ ഹല്ലേലൂയ ആഴ്ന്നിറങ്ങട്ടെ. ഹല്ലേലൂയ കർത്താവേ. കർത്താവേ, വചനം പ്രവർത്തിക്കാതെ മറ്റൊന്നുകയില്ലല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം ദൈവമേ ഈ വചനം ഓരോ ഉള്ളങ്ങളിലും ക്രിയത്തോട് സ്വർഗത്തിലെ ദൈവം മാറ്റുമാറാകണമേ. ഹൃദയങ്ങളെ പണിയുന്ന വ്യക്തികളെ പണിതെടുക്കുന്ന ക്ലാസ്സായത് മാറട്ടെ. ദാസനെ ശക്തീകരിക്കപ്പ, ബലപ്പെടുത്ത. ഹല്ലേലൂയ. ക്ലാസ്സിനായ അഭിഷേകം ചെയ്യണമേ കർത്താവേ. കടന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം. ഒരു വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കുക. ഭവനത്തിന്റെ ഉള്ളറി കർത്താവെ വിട്ടലയിക്കണം. ദൈവമേ ഹാലില്ല ക്ലാസ് ശ്രദ്ധിപ്പാൽ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് കേട്ട് കളയരുത്, അത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ലോകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം ആത്മാവാണ്. അപ്പോൾ ആത്മാവിനെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, പക്ഷേ അതിന്ന് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ അതുപോലെ ആകരുത്. പരിശുദ്ധാത്മാവ് ശാസ്ത്രമെന്ന ക്ലാസ് അത് ശക്തമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മളെ പരിശുദ്ധാത്മാവാണ് കൈപിടിച്ച് നടത്തുന്നത്. ആത്മാവാണ് ഒരു ആത്മീയനെ നടത്തുന്നത്. ദൈവാത്മാവാണ് ഒരു ആത്മീയനെ നടത്തുന്നത്. അതുകൊണ്ട് വളരെ പഠിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് പരിശുദ്ധാത്മാവ് സുവിശേഷങ്ങളിൽ കൂടിയും അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടിയും പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, യോഹന്നാൻ്റെ ആ ലേഖനത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടിയൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്രിസ്തുവിൽ കൂടി ക്രിസ്തുവിൻ്റെ പരീക്ഷയും പരിശുദ്ധാത്മാവും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് കർത്താവിനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിന്ന് ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ പേര് നമ്മൾ പഠിക്കാൻ പോവാണ്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, പരിശുദ്ധാത്മാ പേര് പഠിക്കാൻ പോവാണ്. പിന്നെ പരിശുദ്ധാത്മ ദൈവത്വമുണ്ട്. നമുക്ക് ആളത്വവും പേരും ആളത്വമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പേര്, ചില പേരുകളുണ്ട്, ഒരു 24 പേരുകളുണ്ട് പരിശുദ്ധാത്മാവിന് പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാർ ആത്മാവ് നിറവിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരു 24 പേരുകളൊന്ന് വായിക്കാം. ഒന്ന് ആത്മാവെന്നാണ് പരിശുദ്ധാത്മ പറഞ്ഞ ആത്മാവ്. 2 ദൈവത്തിൻ്റെ ആത്മാവെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. 3 യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ജ്ഞാനത്തിൻ്റെ ആത്മാവ്. 5 വിവേകത്തിൻ്റെ ആത്മാവ്. 6 ആലോചനയുടെ ആത്മാവ്. 7 ബലത്തിൻ്റെ ആത്മാവ്. 8 പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. 9 യഹോവ ഭക്തിയുടെ ആത്മാവ്. 10 യഹോവയായ കർത്താവിൻ്റെ ആത്മാവ്. 11 ദഹനത്തിൻ്റെ ആത്മാവ്. 12 ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. 13 പരിശുദ്ധാത്മാവ്. 14 വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്. പിന്നെ 15 സത്യത്തിൻ്റെ ആത്മാവ്. 16 ക്രിസ്തുവിൻ്റെ ആത്മാവ്. 17 ക്രിസ്തുവിൻ്റെ സ്വപുത്രൻ്റെ ആത്മാവ്. 19 യേശുവിൻ്റെ ആത്മാവ്. 20 കൃപയുടെ ആത്മാവ്. 21 മഹത്വത്തിൻ്റെ ആത്മാവ്. 22 നിത്യാത്മാവ്. 23 ആനന്ദ തൈലം, പഴയ നിയമത്തിൽ പറഞ്ഞ ആനന്ദ തൈലം. 24 കാര്യസ്ഥൻ.
അപ്പോൾ പരിശുദ്ധാത്മാവിന് വിവിധ പേരുകളായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ആണ് ഞാൻ വായിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പേരുകൾ. ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇതിൻ്റെ നോട്ടുകൾ ഞാൻ തരാം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം പഠിക്കാൻ പോവുക. പരിശുദ്ധാത്മ വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ആളത്വമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്നാൾ പറഞ്ഞു ദൈവ ഏകത്വവും തൃത്വത്തിൽ ആളത്വവും. അപ്പം യേശു, പിതാവ്, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ആളത്വത്തിൽ തൃത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആളത്വത്തിൽ തൃത്വവും തത്വത്തിൽ ഏകത്വമാണ്. ദൈവം ഏകനാണ്. അത് എന്ത് ചെയ്യുക? പിശാജ് ദൈവം ഏകനം നീ അറിയുന്നില്ലയോ? പിശാജ് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഏകനാണ്, ദൈവാത്മാവാണ്. പക്ഷെ ആളത്വത്തിൽ ആളത്വത്തിൽ തൃത്വവും തത്വത്തിൽ ഏകത്വമാണ്. അപ്പം നമ്മൾ ആളത്വങ്ങൾ പഠിക്കാൻ പോകും. ആളത്വം പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം. അപ്പോൾ ആളത്വം എന്ത് ചെയ്യുക? ആളത്വം എന്ന് പറയുമ്പം ബുദ്ധിശക്തി, വികാരങ്ങൾ, ഇച്ഛാശക്തി തുടങ്ങിയ വിശേഷണ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആളത്വം എന്ന് പറയുമ്പം ബുദ്ധിശക്തി, ഒരു മനുഷ്യന് ബുദ്ധിശക്തി, വികാരങ്ങൾ, ഇച്ഛാശക്തികൾ തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ആളത്വം പറയുമ്പോൾ. അപ്പം വെറും സ്വാധീന ശക്തി, യാന്ത്രിക ശക്തി, പ്രകൃതി ശക്തി എന്നിവ ആളത്വങ്ങളാകയില്ല. വെറും സ്വാധീന ശക്തിയും യാന്ത്രിക ശക്തിയും പ്രകൃതി ശക്തിയും ആളത്വം ആകുകയില്ല. അപ്പം നമ്മുടെ ചരിത്രത്തിൽ 4-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രം അറിയൂസ് എന്ന് പറഞ്ഞ ഒരുവൻ 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെ ആളത്വത്തെ നിഷേധിച്ചിരുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമാണ് പഠിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം നിഷേധിച്ചിരുന്നു. അപ്പോൾ അറിയൂസ് എന്നാണ് പേര്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: പിതാവിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു സ്വാധീന ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്വാധീന ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവെന്ന് വാദിച്ചിരുന്നു. ആളത്വത്തെ എതിർത്തു. അപ്പോൾ AD 325 നൈസ്യയിൽ കൂടി സഭ കൗൺസിലിംഗ് അദ്ദേഹത്തെ വിസ്തരിച്ചു പുറത്തു തള്ളി. സഭാ കൗൺസിലിങ്ങിൽ AD 325 ഈ പുള്ളി എന്ത് ചെയ്യുന്ന പറയുക, വിസ്തരിച്ച് എന്ത് ചെയ്തു, ഈ പുള്ളി ആളത്വത്തെ അംഗീകരിക്കുക, അതുകൊണ്ട് പുറന്തള്ളി. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആശയത്തോടുകൂടെ എന്നാൽ പരിശുദ്ധാത്മ ദൈവത്തിൽ നിന്ന് പോകുന്ന ഒരു ശക്തി മാത്രമേ ഉള്ളൂ എന്ന് ആളത്വത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് ഇന്ന് ഇവരുടെ ആശയത്തോട് 2 പേര് ചേർന്ന് നിൽപ്പുണ്ട്. ഒന്ന് യേശുനാമക്കാരും, യേശുനാമക്കാരും 2 യഹോവ സാക്ഷികളും. ഇവർ രണ്ടും ഭിന്നങ്ങളാണെങ്കിലും, ഇവർ രണ്ടും യോജിക്കാത്തവരാണെങ്കിലും ഇവർ ഈ ആശയങ്ങളോട് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഒരു സ്വാധീന ശക്തിയാണ് പരിശുദ്ധാത്മ, ആളത്വമല്ലെന്ന്. അപ്പോൾ ആരൊക്കെ? യേശുനാമക്കാരും യഹോവ സാക്ഷിക്കാരും. പരിശുദ്ധാത്മ ആളത്വമല്ല, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്വാധീന ശക്തിയാണ് എന്നും പരിശുദ്ധാത്മ ആളത്വത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മ ആളത്വമാണ് പഠിക്കാൻ പോകുന്നത്. പലരും പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം അംഗീകരിക്കുന്നില്ല. അപ്പം നമ്മൾ പരിശുദ്ധാത്മ ആളായിട്ടിരിക്കുമോ? അതാണ് യേശു സ്നാനപ്പെട്ടപ്പോൾ ചില സുവിശേഷങ്ങൾ പറയുന്നു, പ്രാമെന്ന പോലെ അവൻ്റെ ദേഹത്ത് വന്നു. ചിലവർ പറഞ്ഞ് ദേഹമെന്ന രൂപത്തിൽ അവൻ്റെ മേൽ പതിഞ്ഞു എന്ന്. നമ്മൾ ആളത്വമാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കുക. ആളത്വം, കൂടെ നടക്കും, സംസാരിക്കും. ഇതാണ് ആളത്വം എന്ന് പറയുമ്പോൾ. കൂടെ നടക്കും, സംസാരിക്കോ, ദുഃഖിക്കും, ശക്തിപ്പെടുത്തും. മനസ്സിലായില്ലേ? അപ്പം ആളത്വമാണ് പഠിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൂടെ നടക്കുന്ന. അപ്പോൾ അതാണ് ഞാൻ പോയിട്ട് എൻ്റെ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ ഉണ്ട് ആളത്വം പറയുന്ന. അവൻ വന്നിട്ട് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളിത് വളരെ ഒരു ആത്മീയനെ പരിശുദ്ധാത്മാവിലെ ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവമായിട്ടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ആത്മീയം പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ക്ലാസ്സാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളിൽ നിസ്സാരം പോലെ ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചോണം. അത് പരിശുദ്ധാത്മാവിന് ആളത്വം വിളങ്ങുന്ന സർവ്വനാമങ്ങളുണ്ട്. ആളത്വം എന്ന് വിളങ്ങുന്ന സർവ്വനാമങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വേറെ യോഹന്നാൻ 15:26 15:26
15:26 ഇനി ശ്രദ്ധിച്ചോണേ. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കേട്ടോ, അപ്പോൾ ഇവിടെ ആളത്വം അവനെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഒന്നുകൂടെ ഞാൻ വാക്യം വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കണ്ടോ, അവൻ എന്നുള്ള ആളത്വത്തിൽ യേശു പറഞ്ഞിരിക്കണം. അവൻ എന്ന് സാക്ഷ്യം പറയുകയാണ്. ഇനിയും ആ 16:13 നോക്കിക്കോണം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ, കണ്ടോ, അവൻ നിങ്ങളെ ശ്രദ്ധിച്ചോണം, ആളത്വമാണ്. അവൻ അപ്പോൾ നോക്കി, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനി ശ്രദ്ധിക്കണം, അവൻ സ്വയമായി സംസാരിക്കാതെ, കണ്ടോ, 2 പ്രാവശ്യം യേശു എടുത്ത് പറയാം, അവൻ സ്വയമായി സംസാരിക്കാതെ. അപ്പം സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും, അവൻ എന്നുള്ള പദമാണ്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്തു തരും. അവൻ എനിക്കുള്ളത്, അടുത്തും പറഞ്ഞിരിക്കുക യേശു, കണ്ടോ, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുന്നു. അവൻ എനിക്കുള്ളത് എന്ന് പറയുക യേശുവിനുള്ളത് യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒന്നും അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ ഹിതം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, പിതാവിൻ്റെ ഹിതം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് എല്ലാം ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നത്. അതാണ് നമ്മൾ ഇന്നാളേക്ക് വായിച്ച റോമർ എഴുതിയ ലേഖനത്തിൽ അവന് മന്ത്രി ആയിരിക്കുന്നവനാണ്. മനസ്സിലായില്ലേ? അവൻ്റെ കാര്യങ്ങൾ അറിയുന്ന, അവൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന ആർ. അപ്പം അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ആളത്വം എന്നുള്ള ഒരാളെന്നുള്ള നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്. മനുഷ്യത്തിൽ ആളത്വത്തിൽ തൃത്വമാണ് ദൈവം. തത്വത്തിൽ ഏകത്വം. ദൈവം ഏകനേ ഉള്ളൂ. നാം വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഏകനേ ഉള്ളൂ. തത്വത്തിൽ ഏകത്വം. ആളത്വത്തിൽ വരുമ്പോൾ തൃത്വമായിട്ട് വരും. അതിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമാണ് നമ്മൾ പറഞ്ഞത്. അവൻ, യേശു പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിനും വഴിതാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഈ പരിശുദ്ധാത്മാവിനെ തന്നെ യേശു പറഞ്ഞു 16:7 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെ, നീതിയെ, ന്യായവിധിയെ കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. കണ്ടോ, ബോധം വരുത്തും. ഇവിടെ ബോധം വരുത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവൻ എന്നുള്ള പദം താനെന്നും പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നുണ്ട്. താനെന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാ അവനെന്നും താനെന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വ്യക്തിത്വത്തിൻ്റെ വിശേഷ ലക്ഷണങ്ങൾ കാണിക്കാം. വ്യക്തിത്വം എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വം നമ്മൾ നമ്മൾ പഠിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതി 2-ാമത്തെ അതിൻ്റെ 10-ാം വാക്യത്തിലുണ്ട് വ്യക്തിത്വം. അത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിന് അറിവുണ്ടെന്ന്. അപ്പോൾ വ്യക്തിത്വമാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ ഉണ്ട്, അവനെങ്ങനെ ആയിരിക്കും. അപ്പം അറിവുണ്ട്, പരിശുദ്ധാത്മാ അറിവുണ്ട്. 2:10 ഇങ്ങനെ പറയുന്നത്. നോക്കിക്കോണം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നു. കണ്ടോ, അപ്പോൾ നോക്കണം, ആഴങ്ങളെ അറിയുന്നു. അപ്പം വ്യക്തിത്വം ഇവിടെ ഉണ്ട്. 2:10 നമ്മൾ വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛകളുണ്ട്. 1 കൊരിന്ത്യർക്ക് ലേഖനം 12:1 പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. നമ്മൾ റെഫറൻസ് ഒക്കെ എടുത്താൽ ഒത്തിരി താമസിക്കും. അപ്പം ഇച്ഛാശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തിയുണ്ട്. അത് 1 കൊരിന്ത്യർക്ക് ലേഖനം 12-ാം വാക്യത്തിൽ ഉണ്ട് ഇച്ഛാശക്തി. അത് ഞാനൊന്ന് ഇച്ഛാശക്തി. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതാത് വരം പകുത്തു കൊടുക്കുന്നു.
ഓരോ അതെ ഒരേ ആത്മാവ് തന്നെ കണ്ടോ. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്ന അത് താൻ ഇച്ഛിക്കുന്ന പോലെ കണ്ടോ. പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നവരെ അവന് വരം അവന് അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ കണ്ടോ ഇച്ഛിക്കുന്ന എന്ന് പറയുക ഇച്ഛാശക്തിയുണ്ട് പരിശുദ്ധാത്മാവിന് കണ്ടോ. ഞാൻ വ്യക്തിത്വത്തിൻ്റെ നമ്മൾ അറിയാം, നമ്മൾ പരിശുദ്ധാത്മാവിന് ആളത്വമാണ്. ആളത്വത്തിൽ എന്ത് ചെയ്യുക, ആ നാമങ്ങളുണ്ട്, അതെ അവൻ താൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ ഒരു വ്യക്തി നമുക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, ഒരു വ്യക്തിത്വം, അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു വ്യക്തിത്വം ഉണ്ട്, അതുപോലെ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമായ ലക്ഷണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് അറിവുണ്ട്, അതാണ് വ്യക്തിത്വം. എന്ത് ചെയ്യുക, അറിവുണ്ട്. പരിശുദ്ധാത്മാവിന് ഇച്ഛയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിന് മനസ്സുണ്ട്. അത് ശ്രദ്ധിക്കണം. അപ്പം വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മ മനസ്സുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഹോളി സ്പിരിറ്റാണ് നമ്മളെ ഒരു ആത്മീയനെ നിയന്ത്രിക്കുന്നത്. ഹോളി സ്പിരിറ്റാണ് ആത്മീയനെ നിയന്ത്രിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16:6 പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യുക, ഒരു മനസ്സുണ്ടെന്ന്. പരിശുദ്ധാത്മാവിന് ഒരു മനസ്സുണ്ട്. അപ്പം അത് നോക്കാം, നമുക്ക് 16:6 നോക്കാം. 16:6 എന്ത് ചെയ്യുക, അവർ ആസ്യയിൽ എന്ത് ചെയ്യുക, വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ കണ്ടോ. പരിശുദ്ധാത്മാവ് അപ്പോൾ ഒരു മനസ്സുണ്ട് പരിശുദ്ധാത്മാവിന് എവിടെ പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ അവിടെ നമുക്ക് വ്യക്തിത്വമാണ്, മനസ്സുണ്ട്. അപ്പോൾ നോക്കിക്കോണം, ആളത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ത് ചെയ്യുക, വ്യക്തിത്വം. അപ്പോൾ അവിടെ മനസ്സുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് മനസ്സുണ്ട്. അവിടെ ശ്രദ്ധിക്കണം, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ കണ്ടോ. പരിശുദ്ധാത്മാവ് വിലക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു മനസ്സുണ്ട്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ ഈ ഓരോ ഇത് അപ്പോൾ പരിശുദ്ധാത്മാവിന് എത്ര ക്ലാസ് കേട്ടിട്ടും തലയിൽ കയറുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നിസ്സാര ഒരു പ്രസംഗം കേട്ടത് കളയരുത്. പരിശുദ്ധാത്മാവിൽ കൂടിയേ നമുക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്. പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്, ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വിശേഷമാണ് ഞാൻ പറയുന്നത്, ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്. 15:30 കൊടുക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 15:30 കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയയിലെയും അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദം തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഞാൻ അത് വിട്ടുതരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്, പരിശുദ്ധാത്മാവിന് ബുദ്ധിശക്തിയുണ്ട്. ഇവിടെ വ്യക്തിത്വം വരുമ്പം പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്, പരിശുദ്ധാത്മാവിന് ബുദ്ധിശക്തിയുണ്ട്. അത് നെഹമ്യാവ് 9:20 അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ വായിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന് ബുദ്ധിശക്തിയുണ്ട്. 6ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ട്. എഫെസ്യ ലേഖനം 4:30 കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ദുഃഖം. അപ്പോൾ ഇവിടെ വ്യക്തിത്വത്തിൻ്റെ വിശേഷ ലക്ഷണമാണ് കാണിക്കുന്നത്. 4:30 എന്തുവാ പറയുന്നത് നോക്കാം. 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അവനാലോ നമ്മൾ വീണ്ടെടുപ്പാളിന് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് കണ്ടോ. അവിടെ വ്യക്തിത്വത്തിൻ്റെ വിശേഷ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വ്യക്തിയുടെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അടുത്ത് ശ്രദ്ധിച്ചോണം, ഈ പരിശുദ്ധാത്മാവ് ആളത്ത് വരുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യും. അപ്പോൾ ആളത്വം നോക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുക, അപ്പോൾ നമ്മളെ അറിയുക, നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക, നമ്മെ ശക്തീകരിക്കുക, നമ്മുടെ നിരാശകൾ എടുത്തു കളയുക. പരിശുദ്ധാത്മാവ് നമ്മെ മുന്നോട്ട് നടത്താൻ ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയിച്ചു തരിക. പരിശുദ്ധാത്മാവ് നല്ലൊരു മനസ്സുള്ളതാണ് എന്നൊക്കെ നമ്മൾ ഒത്തിരി പോയിന്റ് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ വ്യക്തിയുടെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തു തരും. ഒരു വ്യക്തി എങ്ങനെ ചെയ്യുമോ അതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്തു തരും. ഒരു വ്യക്തി എങ്ങനെ ചെയ്യുന്നു അതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്തു തരും. നമ്മൾ പറയില്ലേ, നമ്മൾ ആരെ സഹായിക്കാനില്ല, പരിശുദ്ധാത്മാവ് ഉള്ളവന് ആ ഉലകത്തിന് ആരും വേണ്ട. കർത്താവ് ദൈവം അവനെ ശക്തീകരിച്ചോളും. ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പം അവിടെ വ്യക്തികൾക്ക് പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തു കൊടുക്കുകയാണ്. വ്യക്തിയുടെ പ്രവൃത്തികൾ ഒരു കൂട്ട്
സഹോദരനെന്ന് നിന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്നേഹിതൻ എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തരും, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തരും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതിൽ 1 10 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയിച്ചു തരും, ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയിച്ചു തരുന്നു, ദൈവത്തിൻ്റെ ആഴങ്ങൾ ഉണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ നിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. അപ്പം പരിശുദ്ധാത്മാവെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ദൈവത്തിൻ്റെ ആഗ്രഹം ഇന്നതാണ്, നീ അത് ചെയ്യരുത്, നീ അത് തുടരുത്, നീ അത് തിന്നരുത്, നീ അത് ആ വഴി പോകരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഈ നിങ്ങൾ ആത്മാവിനിടം കൊടുത്താൽ ആത്മാവ് നിങ്ങളിൽ ശക്തമായി സംസാരിക്കും. ആത്മാവിനിടം കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് സംസാരിക്കും കേട്ടോ, സംസാരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്നു. അതാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നത്. ദൈവത്തോട്, ദൈവശബ്ദത്തോട്, ദൈവാത്മാവിനോട് കൂടെ നടന്നപ്പോൾ എന്ത് ഹാനോക്കിനെ ദൈവം എടുത്തെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് കൂടെ നടന്നാൽ, പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തില്ലേ? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മത്തായി, ലൂക്കോസ് ഇവരെയൊക്കെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്ന, യോഹന്നാനൊക്കെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്ന, അതാണ് ആത്മവിവശതയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോണോ, പൗലോസ് ആത്മവിവശതയായി എന്ത് ചെയ്യുക, 3-ാം സ്വർഗത്തോളം എടുക്കുക, ആത്മാവ് എടുത്തുകൊണ്ട് പോയതാ. അടുത്തത് യോഹന്നാൻ പത്മസി കടന്നു പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യുക, കർത്തൃവസതി പ്രാർത്ഥിച്ചു, ആത്മവിവശനായി എന്ത് ചെയ്യുക, ഞാൻ അവനെ കണ്ടു. അപ്പോൾ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നു, ആത്മാവ് കൊണ്ടുപോകുന്നതാണ് അത്. നിങ്ങൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഇഞ്ഞ് കയറി വാ, ഇഞ്ഞ് വരി, എന്തുവാ, സ്വർഗത്തിലെ മഹത്വങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഇഞ്ഞ് വരുവൻ, കയറി വരുവൻ എന്ന് പറയും. ആത്മാവ് കൊണ്ടുപോകും, ആത്മാവ്. അപ്പോൾ ആത്മാവ് നമ്മളെന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ, ദൈവത്തിൻ്റെ സകല ആഴങ്ങളും ആത്മാവിനറിയാം. അപ്പോൾ അറിയിച്ചു തരും. അത് ഇങ്ങനെയാണ് 1 കൊരിന്ത്യർ 2-10 വാക്യം ഇങ്ങനെ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നു. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല രഹസ്യങ്ങൾ ആത്മാവ് അറിയുന്നു. ആ ആത്മാവിനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ എങ്ങനെ തോന്നുന്നു അത് ശരിയായിരിക്കും എന്നൊന്നുമല്ല, ഒരു ഊഹാപോഹമല്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആഴങ്ങൾ, ദൈവഹിതമാണോ അല്ലയോ, ദൈവത്തിൻ്റെ, നമ്മൾ പലപ്പോഴും മനുഷ്യബുദ്ധിയിൽ അത് ദൈവഹിതം അല്ലായിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആത്മാവിനൊന്ന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ആത്മാവ് പറയും അത് ദൈവഹിതമാണെന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാം എല്ലാം ഓപ്പോസിറ്റ് കാണുന്നു. നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും തടസ്സം വരുമ്പോൾ അത് ദൈവഹിതം അല്ലായിരിക്കും, സ്മൂത്തായിട്ട് പോകുമ്പോൾ അത് ദൈവഹിതമായിരിക്കും. അതൊന്നും അല്ല. ദൈവഹിതത്തിൽ ദൈവഹിതത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിലും അങ്ങ് അറ്റം ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക, ദൈവത്തിൻ്റെ വലിയ ഗ്ലോറി വെളിപ്പെടും. അപ്പം ദൈവത്തിൻ്റെ ആഴങ്ങൾ ദൈവം എന്ത് ചെയ്യുക, വെളിപ്പെടുത്തി തരും, ദൈവത്തിൻ്റെ ആഴങ്ങൾ. അടുത്ത് വ്യക്തിയുടെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് പോലത്തുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന. രണ്ടാമത് സഭയോട് പറയും. പരിശുദ്ധാത്മാവ് സഭയോട് പറയും. വെളിപ്പാട് പുസ്തകത്തിലുണ്ട് സഭയോട് പറയും. 2:7 ഇങ്ങനെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് നോക്കിക്കോണം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ടോ, ആത്മാവ് സഭയോട് പറയും. പരിശുദ്ധാത്മാവ് സഭയോട് പറയുമ്പോൾ ഇനി ആരൊക്കെ മറുത്തു നിന്നാലും എന്ത് ചെയ്യുക, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭയോട് പറയും. പിന്നെ പരിശുദ്ധാത്മാവ് വിളിക്കും. പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന. കേട്ടോ, ഗലാത്യർക്ക് എഴുതിയന. അപ്പോൾ പരിശുദ്ധാത്മാവ് വിളിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വിളിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് വിളിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വിളിക്കും. അത് ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. അത് ശ്രദ്ധിച്ചോണേ. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ മക്കളാകെ കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചിരിക്കുന്നുണ്ട്. അപ്പാ പിതാവേ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരെ ആളത്വമാണ് പഠിച്ചു വരുന്നത്. അപ്പാ പിതാവ് എന്ന് വിളിക്കും. പിന്നെ പക്ഷപാതം ചെയ്യും എന്ന് റോമർ എന്താ, നമ്മളെ കൂടെ നിന്ന് പക്ഷപാതം ചെയ്യും. നമുക്ക് മധ്യസ്ഥയായി പരിശുദ്ധാത്മാവ് നിൽക്കും, പക്ഷപാതം ചെയ്യും നമുക്ക്. അത് 8:26 അവണ്ണം ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നു. കണ്ടോ, ആത്മാവ് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കണ്ടോ, നമുക്ക് വേണ്ടി പക്ഷപാതം ആത്മാവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയത്തില്ല എന്താ പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ബുദ്ധിയോടെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വാ തുറന്ന് അങ്ങ് കട്ടിലിലെ ചാരിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങ് വീഴും.
പക്ഷേ പരിശുദ്ധാത്മാ പക്ഷപാതം നിന്നാൽ എന്ത് ചെയ്യും? അപ്പ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? നമ്മളിലുണ്ടെങ്കിൽ പക്ഷപാതം ചെയ്യും, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഇനി ശ്രദ്ധിച്ചോണം. ഇനി പക്ഷപാതം ചെയ്യുന്ന എങ്ങനെ നോക്കണം? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, മണിക്കൂറുകളെന്ന് പ്രാർത്ഥിച്ചല്ല. നീ നോക്കിക്കോണേ, നമുക്ക് യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്തെന്ന് അറിയത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കുക എന്തെന്ന് നമുക്കറിയത്തില്ല. വേണ്ടുന്ന പോലെ നമ്മളെന്ത് ചെയ്യുക? കർത്താവ് ആഗ്രഹിക്കുന്നത്, മോനെ നീ എൻ്റെ ശക്തിയാൽ നിറയണം, നീ രാജ്യങ്ങൾ കീഴടക്കണം, നീ പട്ടണത്തിൽ പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹമെങ്കിൽ നമ്മൾ പറയും, കർത്താവ് എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാൻ നല്ലൊരു പയ്യനെ വരണേ, വിദ്യാഭ്യാസത്തെല്ലാം. പക്ഷെ അത് നമുക്ക് ദൈവം ചെയ്യും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം. പക്ഷെ കർത്താവിൻ്റെ ആഗ്രഹം നീ എൻ്റെ വേല ചെയ്യാനാണ്. പക്ഷെ നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പലതും ഭൗതിക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് നമുക്കറിയത്തില്ല. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കണ്ടോ? അപ്പം ഇവിടെ പക്ഷേ ഇനി ശ്രദ്ധിക്കണം, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. കണ്ടോ? അപ്പോൾ ദൈവം അറിയുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷേ ദൈവമാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? ആത്മാവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം നിൽക്കുന്നത്, മധ്യസ്ഥ. യേശു ക്രിസ്തു ഉള്ളപ്പോൾ ശിഷ്യന്മാർക്ക് യേശുവായിരുന്നു മധ്യസ്ഥ. എന്താ പറഞ്ഞത്? നീ എന്നെ ഏൽപ്പിച്ച 12 പേരിൽ ഒരുവൻ നാശയോഗ്യനല്ല, മറ്റാരും ഒന്നും പറ്റിയില്ല കർത്താവേ, നീ തന്നതുപോലെ അവരിവിടെ ഉണ്ട്. അപ്പോൾ പക്ഷപാതം ചെയ്യുക പുത്രൻ. എന്നാൽ യേശു പോയി കഴിഞ്ഞപ്പോൾ ഇനി പക്ഷപാതം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നും എവിടെ പോകണമെന്നും എവിടെ പോണ്ട എന്നും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും ഒരു ആത്മീയനെ സകലതും കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. സാധാരണ പറയാറുണ്ട്, ഞാൻ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടെന്നല്ലേ. പലരും പറയുന്നത് എന്നെ ഭയങ്കര ബന്ധനം എന്ന് പറയുന്നു. പലരും വീട്ടിൽ ബന്ധനം പലയിടത്തും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പൗലോസ് പറയും, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് രാത്രിയിൽ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെ ബന്ധിക്കപ്പെടണം. ദൈവം നമുക്ക് വേണ്ടി മുഖം വെച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ബന്ധിക്കപ്പെടണം. ആത്മാവിലല്ലാതെ നമ്മൾ മുന്നോട്ട് നീങ്ങരുത്. നമ്മുടെ ഒരു കാര്യാദികളും പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതിലേക്ക് ചെയ്യുക. ആ പരിശുദ്ധാത്മാവ് ഇനി കേൾക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വഴി നടന്നിട്ട് ദൈവമേ അത് ദൈവഹിതമാണോ അല്ല, നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കണം. നമ്മളെവിടെ പോയിരുന്നാലും നമ്മൾ തിരക്കുള്ളവരാണ്, പക്ഷെ എവിടെ പോയിരുന്നാലും ദൈവവുമായിട്ടുള്ള അസാധാരണമായ ബന്ധത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കയറി വരണം. എനിക്കറിയത്തില്ല പ്രിയമുള്ളവർ, ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ബന്ധിക്കുന്ന പോലെ ഒരനുഭവം ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ബന്ധിക്കപ്പെടണം. നിങ്ങൾ സാത്താനാലും ശത്രുവായാലും പൈശാചികനാലും ബന്ധിക്കപ്പെടാതെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ബന്ധിക്കപ്പെടണം. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. പ്രിയമുള്ളവർ, ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്നും ചിന്തിച്ചൊരു കാര്യമാണ്. നമ്മളെല്ലാം പറയുന്നുണ്ട്, കർത്താവ് ഞാൻ ഇത്ര നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഇത്ര ചെയ്തു, ഇന്നത് ചെയ്തു. ഞാൻ പലരും പറയുന്നുണ്ട്, ഞാൻ 11ാമത്തെ വയസ്സിലെ ഞാൻ വേലയ്ക്ക് ഇറങ്ങിയതാണ്, ഞാൻ വിവാഹം കഴിക്കാതെ വേലയ്ക്ക് ഇറങ്ങിയതാണ്, ഞാൻ മദ്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ഞാനൊരു പാപം ചെയ്തിട്ടില്ല, ഞാൻ കുഞ്ഞിലേ എൻ്റെ അപ്പനൊക്കെ ദൈവവേല. ഞാനെന്ന് പറയാം, നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ചെല്ലാൻ പറ്റത്തില്ല, ഒരിക്കലും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞോ, ഞാൻ ഒരു പാപം ചെയ്യുന്നില്ലെന്നോ പറഞ്ഞോ, നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. നമുക്ക് പുകഴാനൊന്നുമില്ല, നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിരിക്കണം. ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സഞ്ചരിക്കുന്നവനാണ് ഒരു ആത്മീയൻ, അല്ലാത്തവൻ ജഡീകനാണ്. ആത്മാവിൽ സഞ്ചരിക്കുന്നവനാണ് ആത്മീയൻ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ പക്ഷപാതം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇവിടെ ആളത്വവും വ്യക്തിത്വവും
വ്യക്തിത്വത്തിൻ്റെ ലക്ഷണങ്ങളും എന്ത് ചെയ്യുക, ഒരു വ്യക്തി പോലെ നമുക്ക് പ്രവർത്തിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ആണ് നമ്മളെന്ത് ചെയ്തത് പറഞ്ഞത്. ശ്രദ്ധിക്കണം. അപ്പോൾ സാക്ഷ്യം പറയുന്ന പരിശുദ്ധാത്മാവ് യോഹന്നാൻ, അതിൽ യോഹന്നാൻ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സാക്ഷ്യം പറയുന്നു. അതിങ്ങനെയാണ് നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുക നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മ വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കണ്ടോ, അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പം വ്യക്തിപരമായി പ്രവർത്തിക്കുന്നത് അതിലാണ്. വ്യക്തിപരമായി വ്യക്തികൾ നമുക്കുള്ളവിടെ ഒരു ചേർന്ന് നിന്ന ഒരു വ്യക്തിയോടെന്ന പോലെ ആത്മാവ് ചെയ്യുന്ന കാര്യത്തിൽ വരുമ്പോൾ സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ സാക്ഷ്യം പറയണം. ഞായറാഴ്ചയൊക്കെ ശ്രദ്ധിച്ചോണം. ആലയത്തിൽ വരുന്നവർ സാക്ഷ്യം പറയാതെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. ശ്രദ്ധിച്ചോണം. പിന്നെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ്. 14:24 പഠിപ്പിക്കുന്നു. നോക്കിയാൽ കറക്റ്റ് ഒരു വ്യക്തി എങ്ങനെ ചെയ്യുന്നു അതെല്ലാം നമ്മളിവിടെ പറയുന്നത്. പഠിപ്പിക്കുന്നുണ്ട്. 14:26 അത് പറയുന്നത്. പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ 25 മുതൽ വായിക്കാം. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിക്കുകയും, കണ്ടോ, സകലവും ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നോക്കിയേ പ്രിയമുള്ളവരെ, കണ്ടോ. അപ്പോൾ ഉപദേശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ദൈവാത്മാവ്. കണ്ടോ. ഇനി ശ്രദ്ധിച്ചോണം. ഈ ദൈവാത്മാവിനല്ലാതെ നടക്കുന്നവർ പലരും നടക്കുമ്പോൾ, വിശ്വാസികൾ വഴിവിട്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിരുന്ന് ദൈവദാസനിലും കൂടി ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്നെ പാസ്റ്റർ കുത്തി പ്രസംഗിച്ചു, എനിക്കിട്ടാണ് നല്ല കിട്ടിയത്. മനസ്സാക്ഷിയിൽ അത് വേദനയാണെങ്കിൽ അത് ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവാണ് ഉപദേശിച്ച് തരുന്നത്. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ജഡത്തിൽ നമുക്ക് പ്രതിസന്ധി കൊണ്ടിടുന്നത് സാത്താനാണ്. ജഡത്തിൽ പ്രതിസന്ധി. ആത്മാവിൽ ദൈവം ആത്മാവാകുന്നത് കൊണ്ട് നമുക്ക് അകത്ത മനുഷ്യനിലാണ് നമുക്ക് ബാലശിക്ഷ തരുന്നത്. അപ്പോൾ നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഒരു പാസ്റ്റർ പ്രസംഗിച്ച് ഇങ്ങനെ ആത്മാവ് ഈ ആത്മാവ് വല്ലാതെ വേദനിക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഉള്ളതാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളത്. അല്ലാതെ ഒരാളെ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്ത് മാറ്റിയിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കും ഒരു കുറ്റബോധം ഇല്ലായിരുന്നെങ്കിൽ അവൻ ചത്ത മനുഷ്യനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതേസമയം ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉള്ളിൽ വേദനിച്ച് ചെന്ന് നിരപ്പ് പ്രാപിക്കുന്നെങ്കിൽ അവനിൽ ദൈവം അവനെ ക്രിയ ചെയ്യുന്നുള്ള അർത്ഥമാണ്. ശ്രദ്ധിച്ചോണം. ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു കുറ്റബോധവും ഇല്ലെങ്കിൽ അകത്ത മനുഷ്യൻ ചത്ത് മോർച്ചറിയിലോ അല്ലെങ്കിൽ കല്ലറയിലോ അടക്കം ചെയ്തതാണ്. ആരോടെങ്കിലും എന്തെങ്കിലും 1 രൂപ എടുത്താലും നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മളെല്ലാം ഇനി പരീക്ഷിക്കാൻ പോവുക. കർത്താവ് എങ്ങനെ പരീക്ഷിക്കും? ദോഷങ്ങളല്ല. കർത്താവ് നിങ്ങൾ ചിലപ്പോൾ 100 രൂപ 500 രൂപ സാധനം മേടിച്ചിട്ട് 500 രൂപയുടെ സാധനം മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ 500 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 400 രൂപ തെറ്റിയെടുത്ത് ആൾക്കാർ തരും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം എനിക്ക് തന്നെന്ന് പറഞ്ഞൊന്നും കൊണ്ടുവരല്ലേ. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം. അതേസമയം ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അത് കുറ്റബോധം വരുമ്പോൾ കൊണ്ടു കൊടുക്കണം. അപ്പോൾ നിങ്ങളകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുറ്റബോധം ഇല്ലെങ്കിൽ ഇതിനകത്ത് കേൾക്കുന്ന ഇതിനകത്ത് ആരൊക്കെ കേൾക്കുന്ന ഒരു കുറ്റബോധം ഇല്ലെങ്കിൽ, എന്ത് ചെയ്തിട്ട് ഒരു കുറ്റബോധം ഇല്ലെങ്കിൽ നിൻ്റെ അകത്തെ മനുഷ്യൻ ചത്തിരിക്കുകയാണ്. ദൈവവും നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ പിശാചിൻ്റെ ശിക്ഷാവിധിയിൽ വീഴാതെ ദൈവത്തിൻ്റെ ബാലശിക്ഷ, അതാണ് ആ കുറ്റബോധമാണ് ബാലശിക്ഷ. കുറ്റബോധമാണ്. അത് ഭയങ്കര അതൊരു നമ്മളൊരു ക്ലാസ് എടുക്കാം നമുക്ക്. ദൈവത്തിൻ്റെ ശിക്ഷ എന്താണ്? ദൈവം ദോഷങ്ങളാണ് നമ്മളെ പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോളൂ. ഭർത്താവിനൊരു കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ എടുത്തൊരു കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ മക്കളെ ദേഷ്യം വന്നപ്പോൾ എടുത്ത് നല്ല രീതിയിൽ അടിച്ചു. പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ഒരു കുറ്റബോധവും ഇല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്നവർക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അകത്ത മനസ്സാക്ഷി ചെറിയൊരു തെറ്റ് ചെയ്താലും അത് തെറ്റെന്നുള്ളൊരു കുറ്റബോധം വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട്
അതൊരു അനുഭവമാണ് പ്രിയമുള്ളവർ. അത് 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 നമുക്ക് നമുക്ക് ഒരു 4-5 പേരെ ഇരുത്തിയിട്ട് അതെന്ത് ചെയ്യാം, അത് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്ത് കാണിക്കാം. അതാണ് അനുഭവമാണ് അനുഭവം. ഞാൻ പറഞ്ഞു വിടുക. അപ്പം ശ്രദ്ധിക്കണം. അപ്പം ഒരാൾക്കൊരു ബഹുമാനം കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകർക്കോ അല്ലെങ്കിൽ നമ്മെക്കാളും മൂത്ത ഒരാൾക്കോ ഒരു ബഹുമാനം കൊടുക്കാതെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളയുമ്പോഴും, എന്നിട്ട് ചെന്നിരുന്ന് അവർ പറയുന്ന അംഗീകരിക്കുക, ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കുറ്റബോധമൊക്കെ പരിശുദ്ധാത്മാവ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഉപദേശത്തെക്കുറിച്ച് വരുമ്പോഴാണ് നോക്കിയോണം. ഓക്കെ. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ താഴെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്, ഭ്രമിക്കരുത്. കണ്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ പക്ഷപാതം ചെയ്യുന്നു, സാക്ഷ്യം പറയുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ള ഭാഗം വന്നപ്പോഴാണ് നമ്മൾ ഉപദേശിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കണം. അത് എന്താ. ഇനി ശ്രദ്ധിക്കണം. നയിക്കുന്നു പരിശുദ്ധാത്മാവ്. 8:14 റോമർക്ക് 8:14 നയിക്കുന്നു പരിശുദ്ധാത്മാവ്. അപ്പോൾ നോക്കിക്കുക പ്രിയമുള്ളവരെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ് നിങ്ങളെ നയിക്കുന്നത്, ആരാണ് നിങ്ങളടുത്ത് നിങ്ങളുടെ സാക്ഷ്യം പറയുന്നത്, ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോധ്യം വരും. വ്യക്തമായിട്ട് ബോധ്യം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആത്മീയനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ നടക്കാം നല്ല. പക്ഷെ ഒരാൾ നിൻ്റെ കൂടെ ഉണ്ട്, ആൾ പറയുന്നതേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അത് വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധാത്മാവിന് ആളത്വം, വ്യക്തിത്വം. വ്യക്തികൾ പ്രവർത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നു. അപ്പോൾ 8:14 ഇങ്ങനെയാണ് പറയുന്നത്, നയിക്കുന്നു എന്നാണ്. നയിക്കുന്നു 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. കണ്ട, നയിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവനും അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ ക്വാളിറ്റി നോക്കിക്കേ. ഈ ദൈവത്തിൻ്റെ മക്കൾക്ക് അബദ്ധം പറ്റത്തില്ല കേട്ടോ. ഇത് ശ്രദ്ധിച്ചാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്തെങ്കിലും ചെന്ന് ചാണാക്കോഴിയിൽ വിട്ടിട്ട് അയ്യോ ഇത് ദൈവഹിതം അല്ലായിരുന്നോ, അല്ല വേറെ ആയിരുന്നു ദൈവഹിതം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അബദ്ധം പറ്റത്തില്ല. ഇത് വളരെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മക്കൾക്ക് അബദ്ധം പറ്റത്തില്ല. ദൈവത്തിൻ്റെ മക്കളിൽ നടക്കുന്നത് നോക്കിയേ നിങ്ങൾ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇനി ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നെ കഴിഞ്ഞ വട്ടം ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. നോക്കിയാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞുതരാം, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ ദൈവത്തിനുള്ളതല്ല. പരിശുദ്ധാത്മാവില്ലാത്തവൻ. അപ്പോൾ പരിശുദ്ധാത്മ പ്രാപിക്കാനുള്ളവരെല്ലാം പ്രാപിച്ചോണം. അതാണ് പണ്ടത്തെ അപ്പച്ചന്മാർ പറയുന്നത്. ഇപ്പോഴാണ് അപ്പച്ചന്മാർ പറയുന്ന ഗൗരവം നമ്മൾ മനസ്സിലാകുന്നത്. ഒരിടത്ത് നിന്നിപ്പം ഒരു അപ്പച്ചൻ്റെ ശിഷ്യനായിട്ട് വാർത്തെടുത്ത ഒരു വ്യക്തി എന്ത് ചെയ്യുക, അപ്പച്ചന് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പച്ചനെ ഈ പുള്ളിയെ മിനിസ്ട്രിക്ക് വിട്ടു, ഒരു സഭയിൽ പ്രസംഗിക്കാൻ വിട്ട സമയത്ത് ഇപ്പം അസിസ്റ്റൻ്റ് പാസ്റ്റർ പ്രസംഗിച്ച് ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നിട്ട് അപ്പച്ചൻ പാസ്റ്റർ ഞാൻ പോയി പ്രസംഗിച്ചപ്പോൾ ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. അയ്യോ, ഭയങ്കര രീതിയിൽ കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. രോഗികളൊക്കെ സൗഖ്യമായി, എല്ലാം പ്രവൃത്തി നടന്നു. അപ്പച്ചൻ പറഞ്ഞു, എത്ര പേർ അഭിഷേകം പ്രാപിച്ചെന്ന് അപ്പച്ചൻ ചോദിച്ചു. അതൊന്നും പ്രാപിച്ചില്ല. അപ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടോ? ഒത്തിരി ഉണ്ട്. പക്ഷെ എത്ര പേർ അഭിഷേകം പ്രാപിച്ചു? എത്ര പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അതാണ് യഥാർത്ഥ മാനസാന്തരം. അപ്പോൾ ശ്രദ്ധ നോക്കിക്കേ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരല്ല? നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല. ഇനി ശ്രദ്ധിച്ചോണം. എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഇനി അടുത്ത് ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പ്രിയമുള്ളവരെ, ഒരാത്മീയൻ ആത്മാവിൽ തന്നെ നടക്കുക. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, ശക്തമായിട്ട് പ്രാപിക്കുക കേട്ടോ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. എന്ത് ചെയ്യാം? നയിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇനി ശ്രദ്ധിക്കണം, ദൈവാത്മാവ് വിലക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? 16 വായിച്ച ദൈവാത്മാവ് വിലക്കുന്നു.
പോകരുതെന്ന് പറയാം. ആസിയയിലേക്ക് പോകാൻ പൗലോസ് ഇരുന്നപ്പം അവിടെ പോകരുതെന്ന് പറയാം, വിലക്കും. വിളിച്ച് നോക്കിയോണം, വിളിച്ചാക്കി വയ്ക്കുന്നു ദൈവാത്മാവ്, മനസ്സിലല്ലേ, ഒരു പൊസിഷനിലാക്കി വയ്ക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:28 വിളിച്ചാക്കി വയ്ക്കുന്നു പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തി 20:28 അപ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് ഞാൻ ആളത്വം എന്ത് ചെയ്ത വ്യക്തിത്വം ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പറഞ്ഞു വരുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്തിൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച്, കണ്ടോ, അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചോൾ. എനിക്കറിയാം, പരിശുദ്ധാത്മാവാണ് അധ്യക്ഷരാക്കി നമ്മളെ വയ്ക്കുന്നത്. അപ്പോൾ സഭയിലായാലും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ദേശത്തായാലും, അപ്പോൾ പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുക, നമ്മെ ആത്മാവിൽ നടക്കുന്ന നമ്മെ ചില സ്ഥാനങ്ങളേൽപ്പിക്കുന്നത്, അധ്യക്ഷനാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഗിരിജ സിസ്റ്റർ മിനിസ്ട്രിയിൽ ഗിരിജ സിസ്റ്ററാണ് അധ്യക്ഷനാക്കി ദൈവം വച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന മിനിസ്ട്രിയിൽ എന്നെയാണ് അധ്യക്ഷനാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വയ്ക്കും. അപ്പോൾ ചില ഇടങ്ങളിൽ വിളിച്ച് അധ്യക്ഷനാക്കി എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവ് വയ്ക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നു. വ്യക്തിയുടെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. വ്യക്തികളുടെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അയ്യോ എനിക്ക് ആത്മാവ് മതി, പരിശുദ്ധാത്മാവ് മതി, ഞാനെന്തിനാ, എല്ലാം ആത്മാവ് ചെയ്തോളും. അപ്പോൾ നോക്കിക്കോണം, പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നത് എന്തിയാ, ഇവിടെ നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 13:4 ആദ്യം 1 മുതൽ വായിക്കാം. 13:4 പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്, കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ വാക്യം, അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറയുക, ആരാധിച്ചുകൊണ്ടിരിക്കുക. അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള ശീമോനും കുറേനക്കാരനായ ലുക്യോസും ഇടപ്രഭുവായ ഹേരോദാരാവിനോട് കൂടെ വളർന്ന മനയനും ശൗലും എന്നീ പ്രവാചകന്മാരുടെ ഉപദേഷ്ടന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഉണ്ടോ, പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, എനിക്ക് വേണ്ടി വേലയ്ക്കായി തിരിക്കവരെ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുകയാണ്. ഇനി പരിശുദ്ധാത്മാവ് ബോധവൽക്കരിക്കുന്നു. 16:8 യോഹന്നാൻ, പരിശുദ്ധാത്മാവ് ബോധവൽക്കരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവർ. അപ്പനാണോ അപ്പൻ, അമ്മയാണോ അമ്മ, ഭാര്യയാണോ ഭാര്യ, കുഞ്ഞുങ്ങളാണോ കുഞ്ഞുങ്ങൾ, കൂട്ടുകാരനാണോ കൂട്ടുകാരൻ, സ്നേഹിതനാണോ സ്നേഹിതൻ, എന്ത് ചെയ്യുക, നമ്മുടെ വേദന അറിയുന്നവൻ നമ്മെ ചതിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ വേദന കണ്ടിട്ട് ആശ്വസിപ്പിക്കാതെ മാറത്തില്ല. അപ്പോൾ നമ്മളെ കൂടെ ഒരു വ്യക്തിയായി, ഒരാളത്വമായി, ഒരു വ്യക്തികളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവാത്മാവ് നിൽക്കുന്നു. നോക്കിക്കേ, പിന്നെ ആര് വേണം? ഒറ്റ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ എനിക്ക് ആരുമില്ല, എല്ലാവരും അവസാനിച്ചു, എല്ലാവരും മാറിപ്പോകുന്നു, കർത്താവ് എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആത്മാവ് പറയും, ആരുമില്ലാത്തവർക്ക് ഞാനുണ്ട്, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് അനുസരിച്ച് നടക്കണമെങ്കിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാവണം നമ്മൾ. ആത്മാവിൻ്റെ നിയന്ത്രണം. ഇതാണ് പത്രോസിനൊക്കെ സംഭവിച്ചത്. പത്രോസൊക്കെ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മൂവ് ചെയ്യത്തുള്ളൂ. ആര് വന്നു നിന്നാലും, ഏതൊരു സൽക്കാരത്തിന് വിളിച്ചാലും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്. ആൻഡ്രോസ് എന്ന് പറഞ്ഞ ഒരു ദൈവാസൻ ഒരു 3-4 വർഷത്തിന് മുമ്പ് കൊട്ടാരക്കര വന്നു. പുള്ളി പരിശുദ്ധാത്മാവ്, ആൻഡ്രോസ്, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി യൂട്യൂബിൽ. യൗവനക്കാരുടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഹോളി സ്പിരിറ്റ്. പുള്ളിയുടെ മേൽ അസാധാരണമായ ഹോളി സ്പിരിറ്റാണ്. ആ പുള്ളി ഒരു ദൈവാസനുമായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആദ്യം വലിയൊരു ഹോട്ടലിൽ കയറി, ആദ്യം സൂപ്പാണ് വരുന്നത്. അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് ദൈവദാസൻ എന്ത് ചെയ്യാതെ പറഞ്ഞു, പാസ്റ്റേ കഴിക്കുന്ന ആൻഡ്രോസ്, പാസ്റ്റേ സൂപ്പ് വന്നിട്ടുണ്ട്.
പുള്ളി ആ സൂപ്പ് എടുത്ത് വെച്ചിട്ട്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ ഞാനിത് കുടിക്കുകയാണ് കേട്ടോ, പരിശുദ്ധാത്മാവെ ഞാനിത് കുടിക്കുകയാണ്. എന്ത് ഫുഡ് കഴിച്ചാലും പുള്ളി എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകണം. രാത്രി കടക്കാൻ പ്രാർത്ഥിച്ചിട്ട്, പരിശുദ്ധാത്മാവെ ഞാൻ കടക്കുക. എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുമ്പോഴും, പരിശുദ്ധാത്മാവെ ഞാൻ ജോലിക്ക് പുറപ്പെടുക, എന്നെ സഹായിക്കണം. എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടാൻ പോകുന്നെങ്കിലും, പരിശുദ്ധാത്മാവെ ഞാൻ പോണോ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചോദിക്കണം. ഒരു വ്യക്തി പോലെ ദൈവം നമ്മളോട് സംസാരിക്കും. അതാണ് നമ്മളിവിടെ വായിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ അറിവുണ്ടെന്നും, പരിശുദ്ധാത്മാവിന് ഇച്ഛയുണ്ടെന്നും, പരിശുദ്ധാത്മാവിന് മനസ്സുണ്ടെന്നും, പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ടെന്നും, പരിശുദ്ധാത്മാവിന് ബുദ്ധിയുണ്ടെന്നും, പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടെന്നും, പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നെന്നും, സഭയോട് പറയുന്നെന്നും, വിളിക്കുന്നുവെന്നും, പക്ഷപാതം ചെയ്യുന്നെന്നും, സാക്ഷ്യം പറയുന്നെന്നും, പഠിപ്പിക്കുന്നുവെന്നും, നയിക്കുന്നുവെന്നും, വിലക്കുന്നുവെന്നും, വിളിച്ചാക്കി വയ്ക്കുന്നുവെന്നും, പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നെന്നും, ബോധവൽക്കരിക്കുന്നെന്നും. അപ്പോൾ നോക്കി, അത് ചെയ്യരുത്, അതരുത് എന്നൊക്കെ എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവ്. അപ്പോൾ സകലത് ഒരു മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ദൈവീകത്വവും നമുക്ക് വെളിപ്പെടുത്തരും. അപകടം മുൻപായി നമുക്ക് വെളിപ്പെടുത്തരും, നമ്മളോട് സംസാരിക്കും. ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറയും, വേണ്ടാത്ത കാര്യം വേണ്ടെന്ന് പറയും. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അസാധാരണമായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. ഇനി പരിശുദ്ധാത്മാവ് മറ്റുള്ളവനോട് ചെയ്യുന്ന പ്രവൃത്തികൾ, മറ്റുള്ളവരോട് എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ പരിശുദ്ധാത്മാവ്, ഇപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവിനോട് മത്സരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് മത്സരിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിനെതിരെ ദൈവത്തിൻ്റെ ആത്മാവിനോട് മത്സരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു. എബ്രായർ 10:21 ഞാനത് പെട്ടെന്ന് പറഞ്ഞു വിടാം. നാലാമത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുന്നു. വ്യാജം, ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വ്യാജം പറയുന്നത് അതിങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 3 നമുക്കറിയാം. അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക. വ്യാജം കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അനന്യാസേ, പരിശുദ്ധാത്മാവ് നീ വ്യാജം കാണിപ്പാൻ, നിലത്തിലെ വില കുറെ എടുത്തു വയ്പ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയോ? ഇനിയും ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മളെ തേജസ് ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാം. തേജസ് ഗ്രൂപ്പ്, തേജസ് ചർച്ചൊക്കെ. അപ്പോൾ ഇതിനകത്തുനിന്ന് പോയവരൊത്തിരി പേരുണ്ട്. ഞാൻ സാമ്പത്തികം വന്നപ്പോഴാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവർത്തനം കരിമ്പുംകുളം ദേശത്താണ് ശക്തമായിട്ട് വളരണം. ഒത്തിരി ദൈവീയ മേഖലകളിലൊക്കെ കൊണ്ടുപോകണം. നമ്മുടെ കാലം കഴിഞ്ഞാലും സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരണം. അത് വരും. ദൈവം ആര് നിന്നില്ലേലും വരും. ദൈവം കൊണ്ടുവരും അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ ഞാൻ നമ്മളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നമ്മൾ സഭയിൽ വളർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ സാമ്പത്തികങ്ങൾ എന്ത് ചെയ്യുക, ദശാംശങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. കാരണം ഈ വാക്യത്തിൽ നമ്മൾ സഭയിൽ കൊണ്ടുവരാനുള്ളത് എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ള ദശാംശം മാറ്റി വയ്ക്കുമ്പോൾ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് എന്നാണ് പത്രോസ് ചോദിക്കുന്നത്. സാത്താൻ നിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് ദശാംശം അല്ലെങ്കിൽ സ്വോത്ര കാഴ്ച കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ അത് ദൈവാത്മാവ് കൊണ്ടുവരുന്നതല്ല. അനന്യാസെ, പരിശുദ്ധാത്മാവ് വ്യാജം കാണിപ്പാൻ നിലത്തിൽ വിലയിൽ നിന്ന് കുറച്ചെടുത്ത് വയ്പ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയോ? അപ്പോൾ ശ്രദ്ധിച്ചോണം, ഹോളി സ്പിരിറ്റിന് പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്യുന്നവർ അവരിനിയിപ്പം കാലം മാറിയാൽ അവരെ കോലം മാറത്തില്ല. ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിൽ ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഇനി പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ നടക്കുന്നവൻ ഇത് വളരെ എന്ത് ചെയ്യണം, ചില വിമർശിക്കാനും സാധ്യതയുണ്ട് ഞാനിത് പറയുമ്പോൾ.
ആത്മാവിൽ നടക്കുന്നവൻ എവിടെ ചെന്നാലും അവനൊരു ഡിസിപ്ലിൻ ഉണ്ട്. എവിടെ ചെന്നാലും അവൻ ഇനി അമേരിക്കയിൽ ചെന്നാലും അവിടെ ചിലപ്പം പാതി ഡ്രസ്സായിരിക്കും ഇട്ടേക്കുന്നത്, പക്ഷെ ആത്മാവിൽ നടക്കുന്നവനൊരു ഡിസിപ്ലിൻ ഉണ്ട്. ഇനി കാനഡ ചെയ്താലും അവിടെ ഉള്ളവരെല്ലാം ബെർമുഡ ആയിരിക്കും ഇട്ടുകൊണ്ട് നടക്കുന്നത്, പക്ഷെ അഭിഷേകം പ്രാപിച്ചവന് ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രിയമുള്ളവരെ. ഇനി നമ്മൾ അവിടെ ഇല്ലേ, അവിടുത്തെ കൾച്ചർ ഇങ്ങനെയാണ്. എൻ്റെ കൾച്ചർ മാറത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുക. അതാണ് ഞാനിത് പറയുമ്പം പിന്നെയും എനിക്ക് ഓടി വരുന്ന ആ വാക്യത്തിലാണ്. നിങ്ങൾ നോക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. കണ്ടോ, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഇനി തീർച്ചയായും നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. കണ്ടോ, അപ്പോൾ എവിടെ പോയാലും എന്ത് ചെയ്യുക, ഇനി ബെർമുഡ ഇടുന്ന നാട്ടിൽ പോയാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആത്മാവിൽ ഉള്ളവരാണ്, ജഡസ്വഭാവം ഉള്ളവരല്ല. അപ്പോൾ നമ്മൾ ആത്മാവിൽ നടക്കുന്നവരാണ്. ഞാനിത് പറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അങ്ങ് വിഷയം മാറിപ്പോയാ. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നു, ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. കുത്തുകൊള്ളുന്നെങ്കിൽ നിങ്ങൾ എല്ലാം റെഡി ആയിക്കോണം കേട്ടോ. അല്ല പാസ്റ്റർ എന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞെന്ന് കുത്തുകൊള്ളുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ബാലശിക്ഷ തരുന്ന കർത്താവ്, പെട്ടെന്ന് തിരിഞ്ഞോണം. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, വ്യാജം കാണിക്കുന്നു. വ്യാജം അപ്പുറത്തേലും ഭയങ്കര വ്യാജം. അങ്ങനെ ശ്രദ്ധിച്ചോണം. വന്ന ആത്മീയതയിലിരുന്ന് പ്രാർത്ഥിച്ചു, ഭയങ്കര ആത്മീയത, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ആരെങ്കിലും ഒരു 2 കുറ്റം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. ആരെങ്കിലും 2 കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒന്നും ഉറക്കം വരത്തില്ല. ഇന്ന് ഞാനൊന്ന് പറയാം, ബൈബിള് പോലും വായിക്കാതെ, ഇന്നത്തെ ദിവസം ബൈബിള് പോലും വായിക്കാതെ എന്ത് ചെയ്യുക, പലരെയും കുറ്റം പറഞ്ഞവർ ഇതിനകത്തുണ്ട്. പലരെയും കുറ്റം പറഞ്ഞവർ ബൈബിള് പോലും വായിക്കാതെ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചു, പക്ഷെ ബൈബിള് വായിക്കാതെ പലരെയും കുറ്റം പറഞ്ഞവരുണ്ട്. അപ്പോൾ കുറ്റം പറയാത്ത ദിവസം എത്ര ഉണ്ടെന്നൊന്ന് മാസത്തിൽ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മ വ്യാജം കാണിക്കുക. ഇനി അയ്യോ ഞാൻ പരിശുദ്ധാത്മാവിന് വ്യാജം കാണിച്ചില്ല, ഞാൻ നീറ്റ് അടുത്തുള്ള സഹോദരൻ്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എടുത്തില്ല. ഇത് പരിശുദ്ധാത്മാവിനുള്ള വ്യാജമാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുക, ഞാനങ്ങനെ പറയത്തേ ഇല്ല, വ്യാജമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കണം, 5ാമത് പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്ന ആൾ. അത് മത്തായി സുവിശേഷത്തിലാണ് യേശു പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറഞ്ഞു. അപ്പോൾ ഈ ആത്മാവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ സ്വന്തം ബുദ്ധിയിൽ അങ്ങ് പോകും. പക്ഷെ ആത്മാവുള്ളവർ പറയും, ഇതാ ഒരു സഭ ഉണ്ട്, ആ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, ആത്മാവ് ആ സഭയെ നയിക്കുന്നതാണ്, ആ സഭയോട് കൂടെ ചേർന്ന് എനിക്കും കൈത്താങ്ങിയാൽ ഹോളി സ്പിരിറ്റ് അധികമായി, അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത വലിയ നീരുറവ തുറക്കപ്പെടുമെന്ന് എന്ത് ചെയ്യുക. നീ ശ്രദ്ധിച്ചോണം, ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ ദൂഷണം പറയുന്നു. മത്തായി സുവിശേഷം 12:31. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. മനുഷ്യരോട് ചെയ്ത, പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാട്ടിയാൽ ക്ഷമിക്കയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ എന്ത് ചെയ്യണം. എത്ര പ്രാവശ്യം അറിഞ്ഞോ അറിയാതെ പരിശുദ്ധാത്മ ദുഃഖിപ്പിച്ചു, പരിശുദ്ധാത്മ വ്യാജം കാട്ടിയാൽ അത് ക്ഷമിക്കുകയില്ലെന്ന്. വരുവാനുള്ള ലോകത്ത്, ഈ ലോകത്തിന് വരുവാനുള്ള ലോകത്തിൽ ക്ഷമിക്കുകയില്ലെന്ന് യേശു പറഞ്ഞതാണ്. ഇനി ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് എന്ന് പറയാൻ, പരിശുദ്ധാത്മാവിനോട് നമ്മൾ കൂട്ടായ്മ കൂടുന്നു. അതാണ് നമ്മൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് പരിശുദ്ധാത്മ. അതാണ് അതിൽ വരുമ്പം ഒരു ആത്മീയ കൂട്ടായ്മ കൂടുന്നു, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി വരുമ്പം. പിന്നെ പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:51 സ്തേഫാനോസ് ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പം എന്ത് ചെയ്യുക, ആ പരീക്ഷന്മാരും മൂപ്പന്മാരെല്ലാം പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നൊരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 7:51 വാക്യത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ശാഠ്യകാരൻ ഹൃദയകഠിനം ചെവികൊള്ളാതെ പരിചയം ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങൾ പിതാക്കന്മാരോ പോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനെ മറുത്ത് നിൽക്കുന്നു.
ഉണ്ടോ? പ്രവാചകന്മാരിൽ ഏവനെയും നിങ്ങൾ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് അവൻ അറിയിച്ചവരെ അവർ കൊന്നു കളഞ്ഞു. കണ്ടോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിവിടെയാണ് പറയുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ കഴിയുന്നു. അതിന് ശ്രദ്ധിക്കണം, അത് പത്രോസ് അങ്ങനെ ചെയ്തു, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു. അത് കൊർന്നേലിയോസിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ അത് നാളേക്ക് അത് വായിച്ചതാണ്. പത്രോസ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതിൻ്റെ 19-23 വരെ നിങ്ങളത് നോക്കിക്കോണേ. പത്രോസ് ദർശനം കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് പരിശുദ്ധാത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ആത്മാവ് പറയാം, നീ എഴുന്നേറ്റ് 3 പുരുഷന്മാർ അവിടെ വന്നിരിക്കുക പുറത്ത്, നീ എഴുന്നേൽക്ക്, എന്നിട്ട് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചത് കൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പോകാൻ. അപ്പോൾ ഒരു വ്യക്തി പോലെ എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഒരു വ്യക്തി പോലെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. പ്രിയമുള്ള, പരിശുദ്ധാത്മാവ് ആളത്വമാണ്. പരിശുദ്ധാത്മാവ് ഒരു ആത്മീയന് സകല കാര്യങ്ങളും ദൈവാത്മാവാണ് ചെയ്തു തരുന്നത്. അപ്പം ദൈവാത്മാവിന് ഇടം കൊടുക്കാതെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. ദൈവാത്മാവിന് ഇടം കൊടുക്കണം. ദൈവാത്മാവ് ഇടം കൊടുക്കണം. കാരണം പരിശുദ്ധാത്മാവ് ആളത്വമാണ് നമ്മൾ പഠിച്ചത്. ആളത്വം പഠിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൽ വിളങ്ങുന്ന സർവ്വനാമങ്ങൾ പഠിച്ചു, അവനെന്നും താനെന്നൊക്കെ. പിന്നെ വ്യക്തിത്വത്തിൻ്റെ വിശേഷ ലക്ഷണങ്ങൾ കാണിച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതിൻ്റെ വിശേഷ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വ്യക്തി പോലെ പ്രവർത്തിച്ച് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. പിന്നെ മറ്റുള്ള പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പ്രവർത്തികൾ പഠിച്ചു. ഇനി നമ്മൾ ഇത് ഇവിടെ നിർത്തുകയാണ്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആളത്വം പഠിച്ചു, ഇനി ദൈവത്വം ആണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച ദൈവത്വമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, വളരെ പ്രാർത്ഥിച്ച്. ഞാനൊന്ന് പറയാം, മെസ്സേജ് കേൾക്കുന്ന പോലെ ഇത് കേട്ട് വിടരുത്. ഇത് പഠിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ അന്ത്യം വരെ എന്ന് പറഞ്ഞ നിത്യത വരെയും നമ്മളെ എത്തിക്കാൻ നമ്മളിൽ ദൈവം അയച്ച കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ഈ കാര്യസ്ഥം വന്ന് സകല സത്യത്തിനും വഴി നടത്തും. ആത്മാവ്, പിതാവായ ദൈവാത്മാവ്, പുത്രനെന്ന കർത്താവ് ആത്മാവ്, പരിശുദ്ധാത്മാവ്. ദൈവം ആത്മാവാകുന്നു. അപ്പൊ ദൈവമാണ് പരിശുദ്ധാത്മാവ്. യേശു ദൈവമാണ്, പിതാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആളത്വത്തിൽ തൃത്വവും തത്വത്തിൽ ഏകത്വമാണ്. ദൈവം തത്വത്തിൽ ഏകത്വമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് ഒരു ആത്മീയനെ കൊണ്ട് നടക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിച്ചു തരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം ഒരു നിമിഷം. എൻ്റെ പിതാവേ, നിങ്ങളുടെ ആത്മാവിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളെ കർത്താവെ, ആത്മാവിനാൽ പ്രൊട്ടക്ഷൻ ചെയ്തിരിക്കുന്ന എൻ്റെ കർത്താവെ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ വ്യാജമുണ്ടാകരുത്. ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിൽ മേൽ കർത്താവെ, ദൈവമേ, സത്യത്തിൽ തന്നെ വഴി നടക്കുവാൻ ദൈവം സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവ്. ദൈവമേ, അവരായിരിക്കുന്ന വേദനയിലും പ്രതിസന്ധിയിലും, അവരായിരിക്കുന്ന ബലക്കുറവിനും, അവരായിരിക്കുന്ന കർത്താവെ നെടുവീർപ്പിനെല്ലാം ഹോളി സ്പിരിറ്റ് അവരെ മേൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അവരുടെ ജീവിതങ്ങളിൽ മേൽ വെളിപ്പെടട്ടെ, അവരിൽ മേൽ ഇറങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞിനെ ഒരമ്മയും അപ്പനെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ എൻ്റെ ദൈവമേ, ഈ നാളുകളിൽ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളെ കൈ പിടിച്ച് നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി വഴികൾ തുറക്കണമേ, അവർക്ക് വേണ്ടി വഴികൾ കാണിച്ചു കൊടുക്കണമേ. അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങളിൽ കൂടി വെളിപ്പെട്ട് ലോകരാജ്യങ്ങൾ അറിയുവാൻ, പട്ടണങ്ങൾ പിടിക്കുവാൻ സ്വർഗം സഹായിക്കും. അത്ഭുതം പ്രവർത്തിക്കണം പിതാവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാവരും ദൈവത്തിൻ്റെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തേജസ് ഗ്രൂപ്പിനെ, തേജസ് ചർച്ചിനെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.